നിലമ്പൂരിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി എം സ്വരാജ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു. ആവശ്യം മറ്റൊന്നല്ല, തന്നെ തൃപ്പൂണിത്തുറ MLA ആക്കണമെന്നാണ് ആവശ്യം. അപ്പോൾ അവിടെ ഒരു ചോദ്യമുണ്ട്, പിന്നെന്തിനാണ് നിലമ്പൂരിൽ പോയി മത്സരിക്കുന്നത്? സ്വരാജിന്റെ മുതുമുത്തച്ഛന്മാരായ നേതാക്കൾ പിണറായി വിജയൻ അടക്കമുള്ളവർ പറയുന്നത് നിലമ്പൂരിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വിജയം ഉറപ്പാണ് എന്നാണ്. യാതൊരു സംശയവുമില്ല എന്ന് പറയുമ്പോൾ എം സ്വരാജിനെ തൃപ്പൂണിത്തുറ MLA ആക്കണമെന്ന ആവശ്യവുമായി സുപ്രീം കോടതിയെ സമീപിച്ചത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇവിടെ പരാജയപ്പെട്ടാൽ എങ്ങനെയെങ്കിലും MLA സ്ഥാനം കയ്യെത്തിപ്പിടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. അതുപോലെ തന്നെ PV അൻവർ ഞങ്ങൾക്ക് ഒന്നുമല്ല ആരുമല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അൻവറാണ് പ്രധാന എതിരാളി. അൻവറിനെ കാര്യമായി ഹൈലൈറ്റ് ചെയ്യുന്നു. എന്തുകൊണ്ടാണ് അൻവർ എന്ന ഒരു വ്യക്തി ഇത്രയധികം ചർച്ച ചെയ്യപ്പെടുന്നത്? സോഷ്യൽ മീഡിയയിലായാലും മറ്റ് മീഡിയയിലായാലും അൻവർ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥിയായി മാറിക്കഴിഞ്ഞു. കേരളത്തിന്റെ ചരിത്രത്തിൽ പോലും ഇത്രയധികം ചർച്ചയ്ക്ക് വിധേയമായ ഒരു സ്ഥാനാർത്ഥി കേരള ചരിത്രത്തിൽ തന്നെ ഇല്ല എന്നുള്ളതാണ് സത്യം.